എൻ്റെ പേര് അലീന ജെയിംസ്. അതിന് നീ ഏതാ? അതല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. നിൻ്റെ ഹെഡിങ് കണ്ടിട്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടി വന്നവരാണ് ഞങ്ങളെന്നല്ലേ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹെഡിങ്ങിലുള്ള കാര്യം പറഞ്ഞു. ഞാൻ ഒരു കല്യാണം കഴിച്ചു കേസ്. ഇൻ്റർകാസ്റ്റ് മാരേജെന്നോ ലവ് മാരേജെന്നോ ഒളിച്ചോട്ടെന്നോ എന്ത് വേണമെന്നും പറയാം, കാരണം ഇതെല്ലാം അതിൽപ്പെടും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കല്യാണം കഴിച്ചു. ഞാൻ ഓൺലൈൻ ചാനലിൽ റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഓഫീസിലോട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ജോലി പോയി എന്നുള്ള മട്ടിലാണ് സംസാരിച്ചത്. ഞാൻ അതിൻ്റെ റീസണും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോന്നു. അപ്പോൾ ചാനലിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കണ്ടല്ലോ ഞാൻ കാരണം ഒരു കേസ്. അപ്പോൾ പിന്നെ ഞാനതും പറഞ്ഞിറങ്ങി പോകുന്നു. അന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ് കേസ്, സ്വന്തമായിട്ടൊരു ഓൺലൈൻ ചാനൽ തുടങ്ങണം. എന്നിട്ട് എന്നെ പറഞ്ഞു വിട്ടവരുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നതല്ല, ഇത് ഇങ്ങനെ നിർത്തണം. അങ്ങനെ ഞാൻ വിചാരിച്ചൊരു ഓൺലൈൻ ചാനലൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അതിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു കേസ്. എൻ്റെ പേരാണ് കേസ് ഫ്ലാഷ് പോയിന്റ് ന്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലേ? എനിക്ക് മനസ്സിലായി തോന്നുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ഞാൻ എൻ്റെ ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ തന്നെയാണ് റിപ്പോർട്ടർക്കും എഡിറ്റർക്കും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ മാക്സിമം ഞാൻ സത്യസന്ധമായ വാർത്തകൾ മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ. ഞാൻ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒറ്റയ്ക്കോ? ഉണ്ട് കേസ്, എനിക്കതിലുള്ള കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിന്ന് പോരാടും, ഞാൻ വിജയിക്കും. പിന്നെ എൻ്റെ ബാക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കെട്ടിയാൻ തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചെക്കൻ വന്നതാണ് ഗൈസ്. ഓ അപ്പം പോരാടി വിജയിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.